കോംപ്ലാൻ ഇന്ന് എവിടെയാണ്? ഐ ആം നിതിൽ രമേഷ്. യു ക്യാൻ കോൾ മീ ബ്രാൻഡൻ. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ബ്രാൻഡിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് നെറ്റ്വർക്ക്. ഒരു കാലത്ത് ബൂസ്റ്റ്, ഹോർലിക്സ്, ബോൺവിറ്റ എന്നിവയ്ക്കൊപ്പം ചേർത്ത് പറഞ്ഞിരുന്ന ഒരു പേര് കോംപ്ലാൻ. കോംപ്ലാൻ കുടിച്ചാൽ ഹൈറ്റ് വെക്കുമെന്ന് വിശ്വസിച്ച് അത് വാങ്ങി കുടിച്ചവരുടെ എണ്ണം ചില്ലറയൊന്നുമല്ല. ഹൈറ്റിനെ ടാർഗറ്റ് ചെയ്തായിരുന്നു കോംപ്ലാൻ എല്ലാ കാലവും മാർക്കറ്റ് ചെയ്തിരുന്നത്. തന്റെ മക്കളുടെ വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്ന പാരന്റ്സിന്റെ ഇൻസെക്യൂരിറ്റിയെ കൃത്യമായി കോംപ്ലാൻ വിറ്റ് കാശാക്കി. നീ കോംപ്ലാൻ വാങ്ങി കുടിക്കുക, കുറച്ച് ഹൈറ്റ് വെക്കട്ടെ എന്നൊക്കെയുള്ള കളിയാക്കൽ കേട്ട കുട്ടികളുടെ എണ്ണവും കുറവായിരിക്കും. അത്തരത്തിൽ കളിയാക്കൽ ഏറ്റുവാങ്ങിയ ആളുകളാണ് നിങ്ങളെങ്കിൽ കമന്റ് ചെയ്യണം. ഫിയർ, ഇൻസെക്യൂരിറ്റി, ഇത് രണ്ടുമായിരുന്നു അവരുടെ സെല്ലിംഗ് പോയിന്റ്. ഇത് മുതലെടുത്ത് ഒരുപാട് കാലം കോംപ്ലാൻ ലാഭം ഉണ്ടാക്കി. എങ്കിലും ബ്രാൻഡിങ്ങിൽ ഫിയർ സെല്ല് ചെയ്യുന്നത് റിസ്ക് ആണെന്ന് അവർ പിന്നീട് തിരിച്ചറിഞ്ഞു. ഫിയർ വർക്ക്സ് അൺടിൽ സംവൺ ക്വസ്റ്റ്യൻസ് ഇറ്റ്. കാലം മാറി, ആളുകൾക്ക് സയന്റിഫിക് അവയർനെസ് ഉണ്ടായി തുടങ്ങി. ന്യൂട്രീഷൻസിനെ കുറിച്ചും അറിവുണ്ടായി. ദെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ്, കേവലം ഒരു ഡ്രിങ്ക് കൊണ്ട് ഒരാളുടെ ഹൈറ്റ് കൂടും, അപ്പൊ പിന്നെ ജീൻസിന്റെയും ജെനറ്റിക്സിന്റെ ഒക്കെ റോൾ എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ കോംപ്ലാന്റെ പ്രോമിസസിനെ പിടിച്ചു കുടിക്കും. അതേസമയം കോമ്പറ്റീറ്റേഴ്സ് അവസരത്തിനൊത്ത് സ്ട്രാറ്റജി മാറ്റുകയും കോംപ്ലാൻ അവിടെ സ്റ്റക്കായി പോവുകയും ചെയ്തു. ഒരു കാലത്ത് വളർച്ചയെ സഹായിച്ചിരുന്ന ഡ്രിങ്കിന്റെ വളർച്ച നിന്നുപോയ മൊമെന്റ്. കോംപ്ലാൻ സ്റ്റിൽ മാർക്കറ്റിലുണ്ട്, ഷെൽഫ് പ്രസൻസ് ഉണ്ട്, പക്ഷേ ബ്രാൻഡ് പ്രസൻസ് ഇല്ല. കോംപ്ലാൻ നമ്മളെ പഠിപ്പിച്ചത് ഫിയർ ബേസ്ഡ് ബ്രാൻഡിംഗ് ഷോർട്ട് ടേമിലേക്ക് വർക്ക് ചെയ്യും, എന്നാൽ ലോങ് ടേം സർവൈവലിന് കൾച്ചറൽ ബേസ്ഡ് ഇവല്യൂഷൻ ഒരു ബ്രാൻഡിന് ആവശ്യമാണ്. ബ്രാൻഡ് മസ്റ്റ് ഇവോൾവ് വിത്ത് കൾച്ചർ. കോംപ്ലാൻ കാരണം ചൈൽഡ്ഹുഡിൽ പറ്റിക്കപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.